നമ്മൾ വീണിട്ട് നമ്മുടെ കയ്യിനോ കാലിനോ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ കൺസൾട്ട് ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണോ? ഇല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് എന്തെങ്കിലും ചികിത്സ ചെയ്താൽ അത് ഓക്കെ ആകുമോ? പലപ്പോഴും നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത് പരിക്ക് പറ്റിയാൽ ഉടൻ തന്നെ എന്താ ചെയ്യുക, നമ്മൾ അടുത്തുള്ള ഒരു ആളെ കാണിക്കുക, അല്ലെങ്കിൽ ഒരു വീട്ടിലുള്ള എന്തെങ്കിലും തൈലൊക്കെ പുരട്ടി നന്നായിട്ട് ഒരു ചൂടൊക്കെ പിടിച്ചു കൊടുക്കും. എന്നിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ അല്ലെങ്കിൽ 4-5 ദിവസം കഴിയുമ്പോഴേക്കും അവർ നമ്മളടുത്ത് വരും. എന്നിട്ട് അവർ നമ്മളടുത്ത് വന്നിട്ട് എന്താ പറയുക, സാറേ ഇത് നന്നായിട്ട് ചൂടൊക്കെ പിടിച്ചു സാറേ, പക്ഷെങ്കിൽ ഇതൊന്നും മാറുന്നില്ല. പക്ഷെങ്കിൽ അവർ ഈ ഒരു ചെയ്യുന്ന കാര്യം ശരിക്കും നമ്മൾ എന്താണോ ചെയ്യേണ്ടത് അതിന് നേരെ ഓപ്പോസിറ്റാണ് ചെയ്യുന്നതും. നമ്മൾ ശരിക്കും മോശം രീതിയിലേക്കാണ് ഇത് കൊണ്ടുപോകുന്നത്. അപ്പോൾ എന്നാൽ ഞാൻ പറഞ്ഞുതരാം. ഇത് യൂഷ്വലി നമ്മൾ റൈസ് പ്രോട്ടോകോൾ വെച്ചിട്ടാണ് ഒരു പരിക്ക് പറ്റിയ ആളെ നമ്മൾ ചികിത്സിക്കേണ്ടത്. അപ്പോൾ കൈയിനോ കാലിനോ ചെറിയ പരിക്ക് പറ്റുക, നമ്മൾ കളിക്കുമ്പോഴൊക്കെ ആംഗിളിന് ട്വിസ്റ്റിങ് വരിക, അങ്ങനത്തെ കേസുകൾക്ക് നമ്മൾ യൂഷ്വലി നമ്മൾ ലേറ്റ് ആവും തോറും നമുക്കത് ബുദ്ധിമുട്ട് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനീഷ്യലി നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് R4 റെസ്റ്റ് ആണ്. അപ്പം ആ ഒരു റെസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഇനീഷ്യലി ഇഞ്ചുറി പറ്റിയ ഭാഗം നമ്മൾ വീണ്ടും ഇളക്കിക്കൊണ്ടിരുന്നാൽ നമ്മളത് കൂടുതൽ ഇഞ്ചുറിയിലേക്ക് പോകും. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി നമ്മൾ അതൊരു റെസ്റ്റ് കൊടുക്കണം. പിന്നെ ഉള്ളതാണ് ഐസ് എന്ന് വെച്ചാൽ നമ്മളിപ്പം പറഞ്ഞു ചൂട് പിടിക്കുന്ന കാര്യം, ചൂട് പിടിക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ ശരിക്കും ചെയ്യേണ്ടത്. അപ്പോൾ എന്ന് വെച്ചാൽ ഐസ് പാക്ക് നമ്മൾ എവിടെയാണ് ഇഞ്ചുറി ഉള്ളത് അവിടെ കംപ്രഷൻ കൊടുക്കണം. ഓരോ 3-4 മണിക്കൂർ കൂടുമ്പോൾ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ നമ്മൾ ഐസ് കംപ്രഷൻസ് കൊടുക്കണം. പിന്നെ ഉള്ളതാണ് നമ്മൾ കംപ്രഷൻ. നമ്മൾ എവിടെയാണോ ഇഞ്ചുറി പറ്റിയത്, ചെറിയൊരു ക്രാക്ക് വന്ന ഇഞ്ചുറി, ഡിഫോമിറ്റി, കൈകളിൽ നിന്ന് വളഞ്ഞ് കിടക്കുക, അല്ലെങ്കിൽ ഇഞ്ചുറി വന്നു, ആ ഭാഗത്ത് നമ്മൾ എപ്പോഴും ഒരു കംപ്രഷൻ കൊടുത്താൽ നമുക്ക് അവിടെയുള്ള നീർക്കെട്ട് കുറക്കാൻ പറ്റും. ഒരു ബാൻഡേജ് വെച്ചിട്ടോ അല്ലെങ്കിൽ തുണി വെച്ചിട്ടോ എന്തെങ്കിലും താൽക്കാലികമായിട്ട് ചെയ്യാം. പിന്നെ ഉള്ളതാണ് എലിവേഷൻ. പിന്നെ ലാസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എലിവേഷൻ. കാലോ കൈയോ നമ്മൾ ഹാർട്ടിൻ്റെ ലെവലിൽ പൊക്കി വെക്കണം. എന്നുവെച്ചാൽ ഈ ഒരു കേസിൽ നമുക്ക് പൊക്കി വെക്കുമ്പോൾ നമുക്ക് കൂടുതലും ആ ഭാഗത്തേക്കുള്ള രക്തോട്ടം കുറഞ്ഞ് നീർക്കെട്ട് കുറയാനുള്ള നല്ല സാധ്യതയുണ്ട്. അപ്പോൾ യൂഷ്വലി നമ്മൾ ഇഞ്ചുറി പറ്റിയാൽ നമ്മളെപ്പോഴും ഉടൻ തന്നെ ഒരു ഡോക്ടറെ കാണിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ അത് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് മാറുന്നില്ല എന്ന് കാണിക്കുന്നത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോയി അതിന് ട്രീറ്റ്മെൻറ്റ് കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് ആകാൻ സാധ്യതയുണ്ട്.